G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം ഞങ്ങളുടെ മറ്റു വീഡിയോകളും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആലപ്പുഴ ജില്ലയിലെ തൈക്കാട്ടുശ്ശേരിയിലെ പ്രശസ്തമായ തൈക്കാട്ടുശ്ശേരി പുന്നക്കീഴിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തോട് ചേർന്നാണ് കോതേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗണപതി, ശാസ്താവ്, നാഗയക്ഷി, നാഗരാജാവ് എന്നീ ഉപദേവതകളുണ്ട്. മഹാദേവനാണ് പ്രധാന ആരാധനാമൂർത്തി. ഈ ക്ഷേത്രത്തിൽ തന്നെ ആഞ്ജനേയ സ്വാമിക്ക് പ്രത്യേക ക്ഷേത്രവും നവഗ്രഹങ്ങൾക്കുള്ള ക്ഷേത്രവുമുണ്ട്. ക്ഷേത്രത്തിലെ വാർഷികോത്സവം കുംഭത്തിലെ അശ്വതിയിലാണ്. മലയാള മാസമായ കന്നിയിലും തുലാമാസത്തിലും ആയില്യം നക്ഷത്രത്തിൽ പ്രത്യേക പൂജകളോടെ നാഗരാജാവിനെയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിക്കുന്നു. മീനമാസത്തിൽ ശാസ്താവിന് കലശം അശ്വതി എന്ന് പേരിട്ടിരിക്കുന്ന ആരാധന ഉണ്ടായിരിക്കും. വിദൂര പ്രദേശങ്ങളിൽ പോലും ഈ ആരാധനയ്ക്ക് വലിയ പ്രചാരമുണ്ട്. പുരാതന കാലത്ത് തൈക്കാട്ടുശ്ശേരിയിലെ നായർ കുടുംബങ്ങളിലെ നേതാക്കൾ മകരം 1 കൊടുങ്ങല്ലൂരിലേക്ക് പോയി ദേവിയെ ആരാധിക്കുന്ന പതിവുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്ന എല്ലാവരും കോതേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ ഒത്തുകൂടി അവിടെ നിന്ന് വള്ളങ്ങളിൽ കയറും. താളത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ശുഭവസ്തുക്കളും സഹിതം അവർ ഒരു ഇരിപ്പിടം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. എന്നാൽ ഒരു വർഷം അവർ കുറച്ചു ദൂരം പോയപ്പോഴാണ് ഇത് എടുത്തിട്ടില്ലെന്ന് മനസ്സിലാക്കിയത്. അവർ വള്ളം തിരികെ കൊണ്ടുവന്ന് പൂജകൾ ചെയ്യാനും ഇരിപ്പിടം പിടിക്കാനും പുന്നമരം നിൽക്കുന്ന വേദിയിലേക്ക് പോയി. പക്ഷേ മണ്ണിൽ കുടുങ്ങിയതിനാൽ പീഠം എടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഭക്തർ ഇരിപ്പിടമില്ലാതെ കൊടുങ്ങല്ലൂരിലേക്ക് പോയി. കൊടുങ്ങല്ലൂരിൽ ദേവിയെ ആരാധിച്ച ശേഷം അവർ ഉറങ്ങാൻ കിടന്നു. എന്നാൽ പീഠം കൊണ്ടുവരാത്തതിൽ ദുഃഖിതരായതിനാൽ അവർക്ക് ഉറക്കം വന്നില്ല. അപ്പോൾ ഒരു സുന്ദരിയായ സ്ത്രീ അവരെ സമീപിച്ചു. സംഭവിച്ചതിനെക്കുറിച്ച് വിഷമിക്കേണ്ടെന്ന് അവർ അവരോട് പറഞ്ഞു. കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സാരാംശം അവർ ഇരിപ്പിടം സൂക്ഷിച്ചിരിക്കുന്ന പുന്നവൃക്ഷത്തിന് കീഴിൽ ഉണ്ടെന്ന് അവർ വെളിപ്പെടുത്തി. ദേവിയെ അവിടെ ആരാധിക്കാനും കൊടുങ്ങല്ലൂരിൽ അവർ നടത്തിയിരുന്ന താലപ്പൊലി അവിടെ നടത്താനും അവർ അവരോട് പറഞ്ഞു. ദൈവിക നിർദ്ദേശപ്രകാരം പുന്നവൃക്ഷത്തിൽ കീഴിലാണ് പുന്നക്കീഴിൽ ശ്രീ ഭഗവതി ക്ഷേത്രം നിർമ്മിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.